സന്തോഷകരവും സുഖസൗകര്യങ്ങളോട് കൂടിയതുമായ ജീവിതം വേണമെങ്കിൽ തുടർഭരണം വേണമെന്ന് നടൻ മുകേഷ്. സസ്പെൻസ് ത്രില്ലർ സിനിമയേക്കാൾ ത്രില്ലറുള്ള ഒന്നാണ് ജനാധിപത്യത്തിന്റെ ഈ മത്സരവും ഈ റിസൾട്ടും. ജനാധിപത്യ പ്രക്രിയ കേരളത്തിലെ പോലെ മറ്റൊരു സംസ്ഥാനത്തും ഇതേപോലെ ആസ്വദിക്കുന്നവരുണ്ടാവില്ല. അത്രമാത്രം സുതാര്യമാണ്. അതിനിടെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാമെന്ന് മുകേഷ് പറഞ്ഞു. കൊല്ലത്ത് വോട്ട് ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുകേഷ്. സന്തോഷകരവും സുഖസൗകര്യങ്ങളോട് കൂടിയതുമായ ജീവിതം വേണോ വേണ്ടയോ എന്ന ഒറ്റ തീരുമാനമെടുത്താൽ മതി. അത് എല്ലാവരും എടുത്തു കാണും. ഇതെല്ലാം വേണമെങ്കിൽ തുടർഭരണം വേണം. ബിംബങ്ങളെയൊക്കെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? എന്നെ ബിംബമാക്കും എന്ന് പറയുന്നതല്ലോ. എത്രയോ കൊല്ലങ്ങളായിട്ടുള്ള കഠിനാധ്വാനവും വിശ്വാസവും ജനങ്ങളുടെ മനസ്സിലേക്ക് പതിച്ചു കഴിയുമ്പോഴാണ് ഒരാൾ ബിംബമാകുന്നത്. എന്നെ ബിംബമാക്കരുത്, സൈഡിൽ കൂടി പോകാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ബിംബമാക്ക് എന്ന് പറയുന്നത് തെറ്റ്. ബിംബമായാലായിക്കോട്ടെ. പറയുന്നതൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, വിശ്വാസം കാത്തു സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ബിംബമായി കാണുന്നതിൽ എന്താണ് തെറ്റ്? ഷംസീറും എം വി ഗോവിന്ദനും ഉൾപ്പെടെ 2 ടേം പൂർത്തിയാക്കിയവർ പുറത്തു നിൽക്കുന്നുവെന്നത് പുതിയ ആളുകൾ വരാൻ അവസരം നൽകുന്നുവെന്നതാണ്. ഈ പാർട്ടിക്ക് ഉള്ള ഒരു പ്ലസ് പോയിന്റാണ് ഇതെന്ന് മുകേഷ് പറഞ്ഞു. സിനിമയിൽ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ 6 മാസമായി സിനിമയിലുണ്ട്. ഡേറ്റ് കൊടുത്താൽ കൊടുത്തതാണ്. പേർഷ്യയിൽ പോകുന്ന കണക്കാണ്. പോയി കഴിഞ്ഞാൽ പോയി. തിരിച്ച് ഉടനെ വരാൻ പറ്റില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. അത് എൻ്റെ ജോലിയാണല്ലോ. അത് ഉപജീവന മാർഗമാണ്. രാഷ്ട്രീയം സേവനമാണ്. MLA ആകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആളുകളുടെ ഇടയിൽ വിശ്വാസം നേടിയെടുത്തു. MLA ആയാൽ എല്ലാവരുടെയും MLA ആണ് എന്ന് പറയുന്ന പോലെ കലാകാരൻ എല്ലാവരുടെയും കലാകാരനാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു. പൊതുപരിപാടികളിൽ പുതിയ ആളുകൾ വരട്ടെ. അവർക്ക് കഴിവ് തെളിയിക്കാൻ അവസരം നൽകണം. വഴി മാറിക്കൊടുക്കുകയല്ല, അവർ വഴിവെട്ടി തെളിച്ചോളുമെന്നും മുകേഷ് കൂട്ടിച്ചേർത്തു.